ഇവർ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ലല്ലോ ഹോസ്പിറ്റലിൽ മരിക്കുന്നില്ല എന്നാണ്. എന്താണ് ഈ ഒരു ഭാഗത്തിനുള്ള റെസ്പോൺസ്? കൃത്യമായി എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു സാഹചര്യം നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പൂർണ്ണമായും വീടുകളിൽ പ്രസവിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്കും ഇപ്പോൾ ഉള്ള ഉമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്കും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാവും. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പല ഉമ്മമാരും പല കുഞ്ഞുങ്ങളും മരണപ്പെട്ടതായിട്ട് നമുക്ക് 1-2 തലമുറ പുറകിലോട്ട് എടുത്ത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പറയും അത് മരണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കൊണ്ടുപോകാത്തതല്ല, അന്ന് കൊണ്ടുപോകാൻ സാഹചര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഇത് മാത്രമായിരുന്നു വഴി. അപ്പോൾ ഇത് അന്നത്തെ ആളുകൾക്ക് നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് അത്രയും കൂടിയ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും വന്നിട്ടുള്ളത്. ഇന്ന് കേരളം പോലുള്ള ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല നിലയിൽ ഹെൽത്ത് ഇൻഡെക്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഇന്ത്യയിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 1 ലക്ഷം പ്രസവിക്കുന്ന അമ്മമാരിൽ 100 ആണ് എങ്കിൽ അത് കേരളത്തിൽ അത് 32 ആണ്. ഭയങ്കര വ്യത്യാസം. 1 ലക്ഷം അമ്മമാര് കുട്ടികൾക്ക് ജന്മം ഇന്ത്യയിൽ കൊടുക്കുന്ന സമയത്ത് 1,100,000 പേര് മരണപ്പെട്ടു പോകുന്നു. എന്നാൽ കേരളത്തിൽ 1,32,000 പേര്, അതായത് 68% കുറവാണ്. അതേപോലെ തന്നെ കുട്ടികളെ മരണം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അത് 24 ആണെങ്കിൽ കേരളത്തിൽ അത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 24 ആണെങ്കിൽ കേരളത്തിൽ അത് 6 മാത്രമാണ്. വളരെ കുറവാണ്. അത് ഈ 1024 1,100,000 എന്നൊക്കെ പറയുന്നത് ആലോചിക്കണം. ഇന്ത്യൻ്റെ എല്ലാ സ്ഥലത്തും കുറേയൊക്കെ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ ഉള്ള അവസ്ഥയിലാണ് ഈ മരണം. അത് ഹോസ്പിറ്റൽ തീരല്ലാത്ത അവസ്ഥയല്ല. കുറച്ച് ഹോസ്പിറ്റലുണ്ട്, കേരളത്തിൽ അത്ര അവൈലബിൾ അല്ല. കേരളത്തിൽ ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കണക്ക് അത്രയും കുറയുന്നത്. ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ 100-ലും 24-ലും നിൽക്കില്ല. 1980-കളിൽ ഇത് ഏകദേശം 1000 ആയിരുന്നു. 1,00,000 അമ്മമാർ മരിച്ചിരുന്നു എന്നുള്ളിടത്തിലാണ് ഇത് ഇന്ത്യയിൽ അത് കൊണ്ടുവന്ന് 100-ലേക്ക് വന്നിട്ടുള്ളത്. അത് ഈ ഹോസ്പിറ്റൽ കെയർ കൂടിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെ നമ്മൾ വീട്ടിൽ ഇതേപോലെയുള്ള പ്രസവങ്ങളായിരുന്നു. ഇത് ആ ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത്രയും അങ്ങനെയാണ് ഉണ്ടാവുക. ഇന്ന് തന്നെ പിന്നെ നമ്മൾ ഈ എടുത്ത് കാണിക്കുന്ന പിന്നെ വീട്ടിൽ പ്രസവിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തിൽ ഇതേപോലെയുള്ള പിന്നെ സാഹചര്യങ്ങളിൽ പിന്നെ ഒരുക്കുന്ന പല സ്ഥലങ്ങളിലും മരണനിരക്കുണ്ട്. അത് പുറത്തു വരാനിട്ടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ ഈ മരണനിരക്ക് കൂടുന്നുള്ളതാണ്. നമ്മൾ മറ്റേ ഹോസ്പിറ്റലിൽ മരിക്കില്ലെന്ന് നിൽക്കുമ്പോൾ ഹോസ്പിറ്റലിൽ മരിക്കും, പക്ഷേ മരണനിരക്ക് കുറയും. വീട്ടിൽ മരിക്കില്ല വെച്ചാൽ വീട്ടിൽ മരിക്കുന്നതിൻ്റെ നിരക്ക് കൂടുതലാണ്.